ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് പറയുന്നത്. ഫസ്റ്റ് വിൽ സി ദി ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസസ്. അപ്പോൾ വൈറസ് ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ട് ക്രൈറ്റീരിയ വെച്ച് പറയുന്നുണ്ട്. വൺ ഇസ് ബൈ ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ബൈ കൺസീൽമെൻറ്റ്. അപ്പോൾ വൈറസ് ക്ലാസിഫിക്കേഷൻ ബൈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടാർഗറ്റിലാണോ അത് അഫക്റ്റഡ് ആണ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. 3 ടൈപ്പാണ്: ബൂട്ട് സെക്ടർ ഇൻഫെക്ടർ, ഫയൽ ഇൻഫെക്ടർ ആൻഡ് മൈക്രോ വൈറസ്. അപ്പോൾ ബൂട്ട് സെക്ടർ ഇൻഫെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂട്ട് റെക്കോർഡിലായിരിക്കും അത് അഫക്റ്റഡ് ആവുന്നത്. സിസ്റ്റം നമ്മൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ആക്ടിവേറ്റഡ് ആയി അത് സ്പ്രെഡ് ചെയ്യാം. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ചാൽ ഫയൽ ഇൻഫെക്ടർ. നമുക്കറിയാം നമ്മളുടെ OSൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സിക്യൂട്ടബിൾ ഫയൽസിലായിരിക്കും അത് ഇൻഫെക്റ്റഡ് ആവുന്നത്. എന്നിട്ട് അത് റൺ ആവുന്ന സമയത്ത് ഈ വൈറസും അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് സ്പ്രെഡ് ചെയ്യും. ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൈക്രോ വൈറസ്. നമ്മളുടെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ വേർഡ്, ഓഫീസ്, അങ്ങനത്തെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ മാക്രോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ മാക്രോ കോഡാണ്. അപ്പോൾ ആ മാക്രോ കോഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞത് വൈറസ് ക്ലാസിഫിക്കേഷൻ ബൈ ടാർഗറ്റ്. ഏത് ടാർഗറ്റ് പോർഷനിലാണോ അത് അഫക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബൈ കൺസീൽമെൻറ്റ് സ്ട്രാറ്റജി. അപ്പോൾ എങ്ങനെയാണ് വൈറസ് കൺസീൽ ചെയ്യാനുള്ള മെക്കാനിസം ഉപയോഗിക്കുക എന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് വൈറസ്. നമുക്കറിയാം ഇവിടെ എൻക്രിപ്ഷൻ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വൈറസിൻ്റെ ഒരു പോർഷൻ അപ്പോൾ ഒരു റാൻഡമായിട്ടൊരു എൻക്രിപ്ഷൻ കീ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ച് വൈറസിൻ്റെ റിമൈൻഡർ പോർഷനെ അത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല ഈ വൈറസിൻ്റെ കൂടെ കീ കൂടി അത് സ്റ്റോർ ചെയ്യും. ഇനി ഇൻഫെക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഇൻവോക്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വൈറസ് അതിൻ്റെ കയ്യിലുള്ള ഈ റാൻഡം കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് ആ വൈറസ് പോർഷൻ റൺ ചെയ്യിക്കുക, അല്ല വൈറസ് കോഡ് റൺ ചെയ്യിക്കുക. അപ്പോൾ വൈറസ് കോഡിൻ്റെ ഫുൾ പോർഷൻ എൻക്രിപ്റ്റഡ് അല്ല, ഒരു പോർഷൻ നമ്മൾ അത് തന്നെ റാൻഡം കീ ജനറേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് അത് എൻക്രിപ്റ്റ് ചെയ്ത് അതിനുള്ളിൽ തന്നെ കീയും കീപ്പ് ചെയ്യും. ഇതാണ് എൻക്രിപ്റ്റഡ് വൈറസ് എന്ന് പറയുന്നത്. ഇനി വൈറസ് ഓരോ പ്രാവശ്യം റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് റാൻഡം കീ ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണത്തിലേക്ക് ഒരു റാൻഡം കീ ചൂസ് ചെയ്തു, അത് ഉപയോഗിച്ച് അതിൻ്റെ റിമൈനിങ് പോർഷൻ എൻക്രിപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതിൽ നിന്ന് അത് വേറൊരു ഫയലിലേക്ക് ഇൻഫെക്റ്റഡ് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ഡിഫറെൻറ്റ് റാൻഡം കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഡിഫറെൻറ്റ് കീ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് ബിറ്റ് പാറ്റേൺസ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് വൈറസ് ബൈ കൺസീൽമെൻറ്റ് സ്ട്രാറ്റജി. ഈ സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ സ്റ്റെൽത്ത് വൈറസ്. അപ്പോൾ ഈ ഒരു വൈറസ് മെയിനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിന് മുമ്പിൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഉള്ള പെർഫോമൻസ് ഉള്ളതാണ് ഈ സ്റ്റെൽത്ത് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേലോഡ് മാത്രമല്ല എൻ്റയർ വൈറസും ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്കുള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ കംപ്രഷൻ വൈറസ്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ചെയ്തത് എന്താണ്, നമ്മൾ ഈ ആക്ച്വൽ വൈറസിനെ നമ്മൾ പ്രീപെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഫയലിനെ മോഡിഫൈ ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ആ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫയൽ സൈസ് കൂടി എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു മോഡിഫിക്കേഷൻ കഴിയുമ്പോഴും ഫയൽ സൈസ് ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ ആ ഇനീഷ്യലി കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇൻഫെക്ഷൻ നമ്മൾ അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ കംപ്രഷൻ വൈറസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഓഫ് സ്റ്റെൽത്ത് വൈറസ്. അപ്പോൾ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി വൈറസിനേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ടൈം അല്ല, കുറച്ചുകൂടി ബ്രോഡായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വൈറസുകളെ ഡിറ്റക്ഷനിൽ നിന്ന് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നമുക്ക് ഈ സ്റ്റെൽത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പോളിമോർഫിക് വൈറസ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും പല ഫോംസ്. പോളിഫോംസ് എന്ന് പറഞ്ഞാൽ മെനി ഫോംസ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇൻഫെക്ഷൻ നടത്തുമ്പോൾ അത് മ്യൂട്ടേറ്റ് ചെയ്യുന്ന വൈറസാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആ വൈറസ് ലോജിക്കൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സ്ട്രക്ചറൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതിൽ വൈറസ് സിഗ്നേച്ചർ നമ്മൾ ഒരു നമ്പർ വാല്യൂ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സിഗ്നേച്ചർ നമുക്ക് എല്ലാത്തിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഈ സിഗ്നേച്ചർ ഉപയോഗിച്ചുള്ള ഡിറ്റക്ഷൻ നമുക്ക് പോസിബിൾ അല്ലാണ്ടാക്കാൻ വേണ്ടിയില്ല, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോ പ്രാവശ്യം ഈ വൈറസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യും, കോപ്പീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം പക്ഷേ ഫങ്ഷണലി ഈക്വലൻ്റ് ആയിരിക്കും. ഒരേ ഫങ്ഷൻസ് ആയിരിക്കും ചെയ്യുക, പക്ഷേ എല്ലാത്തിനും ഡിഫറെൻറ്റ് ബിറ്റ് പാറ്റേൺസ് ആയിരിക്കും. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈറസ് സ്കാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഉള്ളിൽ നിന്ന് ഡിറ്റക്ഷൻ പോസിബിൾ അല്ലാണ്ടാക്കുക, അല്ല അവരുടെ പ്രോസസ്സിൽ നിന്ന് ഹൈഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ വൈറസിൻ്റെ സിഗ്നേച്ചർ ഓരോ കോപ്പിയിലും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വേരിയേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് ഒന്നുകിൽ അതിലുള്ള ഇൻസ്ട്രക്ഷൻസിന് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇടയ്ക്ക് റാൻഡമായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ കോഡ് വേരിയേഷൻ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എൻക്രിപ്ഷൻ വൈറസിൻ്റെ കാര്യം. അപ്പോൾ അതിന് അവിടെ ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ സ്ട്രാറ്റജി കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യും. ഇനി നമ്മളുടെ ഈ എൻക്രിപ്ഷൻ വൈറസ് ആകുമ്പോൾ നമുക്കവിടെ കീ വേണം, ആ റാൻഡം കീസ് ഉപയോഗിച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണം, പിന്നെ നമുക്കത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ഈ കീ ജനറേഷൻ അല്ലെങ്കിൽ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഒക്കെ ചെയ്യുന്ന ആ ഒരു വൈറസിൻ്റെ പോർഷനെ നമ്മൾ മ്യൂട്ടേഷൻ എഞ്ചിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ കോപ്പീസിൻ്റെ എല്ലാ മ്യൂട്ടേഷൻ എഞ്ചിനും വരെ കംപ്ലീറ്റ്ലി ഓൾട്ടേർഡ് ആയിരിക്കും. അപ്പോൾ എല്ലാം സെപ്പറേറ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, ഒന്നൊന്നിൻ്റെ കോപ്പി ആയിട്ടായിരിക്കില്ല വരുന്നത്.
ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇസ് മെറ്റാമോർഫിക് വൈറസ്. മെറ്റാമോർഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിമോർഫിക്കിനെ പോലെ തന്നെ വേണം പറയാം. ഓരോ ഇൻഫെക്ഷനിലും അത് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്യുക ഓരോ ഇറ്ററേഷനിലും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഡിറ്റക്ഷൻ പോസിബിൾ അല്ലാണ്ടാക്കുക. ഇപ്പോൾ അപ്പിയറൻസ് മാത്രമല്ല, അതിൻ്റെ ബിഹേവിയറും ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ ഇറ്ററേഷനിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഈസ് വൈറസ് കിറ്റ്. വൈറസ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ കിറ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീരെ പരിചയമില്ലാത്തവർക്ക് പോലും അത് ഉപയോഗിച്ച് ഒരുപാട് വൈറസുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ടൂൾ കിറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വൈറസസ് അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് വരും. നെക്സ്റ്റ് ടൈപ്പ് ഇസ് മാക്രോ വൈറസ്. മാക്രോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേർഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് ടൈപ്പ് ഫയൽസിൽ എംബഡഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം കമ്പോണൻ്റ് ആണ് ഈ മാക്രോ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ മാക്രോ വൈറസുകൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചാണ്, അല്ല അതുവഴിയാണ് അറ്റാക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എക്സലല്ല ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസിലല്ല. അപ്പോൾ ഈ യൂസേഴ്സ് നോർമലി മാക്രോസ് ഉപയോഗിക്കുന്നത് റിപ്പറ്റേറ്റീവായിട്ട് ചെയ്യുന്ന ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് കീ സ്ട്രോക്സ് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ലാണ്ട് ഒഴിവാക്കി ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കീ സ്ട്രോക്ക് കീ പ്രസ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ കീ കോമ്പിനേഷൻ പ്രസ് ആകുകയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്രോ റൺ ആക്കുക. അപ്പോൾ മാക്രോ ലാംഗ്വേജ് സാധാരണ ഏതെങ്കിലും ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ യൂസർ ഒരു സീക്വൻസ് ഓഫ് കീ സ്ട്രോക്സ് നമ്മൾ മാക്രോയിൽ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ മാക്രോ ഇൻവോക്ക് ആണ് ഒരു പർട്ടിക്കുലർ കീ പ്രസ് ആകും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കീ കോമ്പിനേഷനിൽ ഷോർട്ട് കീസ് പ്രസ് ആകുമ്പോഴത്തേക്കും ഈ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നടക്കുക, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക, മാക്രോയിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ മാക്രോയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വൈറസുകളാണ് മാക്രോ വൈറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസിൻ്റെ തന്നെ സക്സസീവ് വേർഷൻസിൽ ഇത് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രൊട്ടക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനി പല ആൻറ്റിവൈറസ് പ്രോഡക്റ്റുകളും കൊണ്ട് നമുക്ക് ഈ മാക്രോ വൈറസുകളെ ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാൻ വേണ്ടി. മാക്രോ വൈറസുകൾ നമുക്ക് ശരിക്കും ഒരു ഇഷ്യൂ ആവാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്രോ വൈറസുകൾ കൂടുതൽ ഇൻഫെക്റ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓഫീസ് ഡോക്യുമെൻറ്റ്സിലാണ്. പിന്നെ ഈ ഏത് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഈ ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇൻഫെക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സെക്കൻഡ് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ഡോക്യുമെൻറ്റ്സിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുക, എക്സിക്യൂട്ടബിൾ പോർഷൻസിനെ അല്ല. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ മേജോറിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ഫയൽസ് അതിന് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോമിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് ഇൻഫെക്ഷൻ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വൈറസ് നടത്തുക. പിന്നെ അത് മാത്രമല്ല ഇത് ഈസിലി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത്, മെയിൽ വഴിയൊക്കെ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റഡായി പോകും. പിന്നെ നമ്മളുടെ ആക്സസ് കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഇമെയിൽ വൈറസ്. ഈ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇമെയിൽ വൈറസാണ് ഈ മെലീസ എന്ന് പറയുന്നത്. ഇറ്റ് മെയ്ഡ് യൂസ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് മാക്രോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്രോ ഉപയോഗിച്ച് ഒരു അറ്റാച്ച്മെൻ്റ് ആണ് മെയിലിൻ്റെ കൂടെ അയക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിൻ്റെ ഇമെയിൽ കിട്ടി അയാൾ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാക്രോ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഇമെയിൽ വൈറസ് അതിൻ്റെ തന്നെ കോപ്പീസ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസർ ആരാണോ ആളുടെ മെയിൽ ഐ ഡി ആളുടെ അഡ്രസ് ബുക്കിലുള്ള എല്ലാ മെയിൽ ഐ ഡിസിലേക്കും അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല ലോക്കൽ മെഷീനിലും അത് ഡാമേജ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഫസ്റ്റ് വേർഷൻ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ അത് ന്യൂവർ വേർഷനൊക്കെ ആണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് വൈറസ് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇതിൽ യൂഷ്വലി വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അധികവും സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് വഴിയും അതിന് റിപ്ലിക്കേറ്റ് ചെയ്ത് പലയിടത്തേക്ക് കോപ്പീസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വൈറസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഏതിപ്പോൾ നമുക്ക് എല്ലാ മെയിൽ അഡ്രസ്സിലേക്കാണോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അയച്ചു കഴിയുമ്പോൾ തന്നെ ആ വൈറസ് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ അത് അവിടെ ആക്ടിവേറ്റ് ആയി വീണ്ടും അവിടെ നിന്ന് അടുത്ത് സ്പ്രെഡ് അത് ഇനിഷ്യേറ്റ് ചെയ്തോളും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈറസ് കൗണ്ടർ മെഷേഴ്സ്. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കൗണ്ടർ മെഷർ എന്ന് പറഞ്ഞാൽ ആൻറ്റി വൈറസ് അപ്രോച്ചുകളാണ്. അപ്പോൾ ആൻറ്റി വൈറസ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പ്രിവെൻഷനാണ്. അപ്പോൾ വൈറസിന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറാനുള്ള എൻട്രി പോയിന്റ് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും എക്സിക്യൂട്ടീവ് കോഡുള്ള മാക്രോ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടാണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്കിയുള്ള ബെസ്റ്റ് അപ്രോച്ചസ് ആണ് നെക്സ്റ്റ് പറയുന്നത് 1, 2, 3 ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഒന്ന് ഡിറ്റക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിമൂവൽ. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, പക്ഷേ പിന്നെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കത് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. അത് മാത്രമല്ല വൈറസിനെ ലൊക്കേറ്റ് ചെയ്യാനും പറ്റണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ഷൻ നമ്മൾ ചെയ്തു, വൈറസ് അഫക്റ്റഡ് ആയെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏത് സ്പെസിഫിക് വൈറസ് ആണ് ഇൻഫെക്റ്റ് ചെയ്യുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി തേർഡ് സ്റ്റെപ്പ് റിമൂവൽ എന്ന് പറഞ്ഞാൽ ആ വൈറസ് നമ്മൾ ഏതാണ് ഇൻഫെക്റ്റഡ് ആയതെന്ന് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ എല്ലാ ട്രേസസ് നമ്മൾ ഇൻഫെക്റ്റഡ് പ്രോഗ്രാമിൽ നിന്ന് മാറ്റുക, എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യുക.
വൈറസിനെ നമ്മളെല്ലാ ഇൻഫെക്റ്റഡ് സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ അതിന് വീണ്ടും ഫർദർ സ്പ്രെഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാക്കുക. ഇനി ഡിറ്റക്ഷൻ സക്സസ്ഫുൾ ആയി, പക്ഷേ ഐഡൻറ്റിഫിക്കേഷൻ റിമൂവൽ സക്സസ്ഫുൾ ആവുന്നില്ല, ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്റ്റഡ് ഫയലിനെ ഡിസ്കാർഡ് ചെയ്യുക, എന്നിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബാക്കപ്പ് വേർഷൻ റീലോഡ് ചെയ്യുക. ഇനി നമ്മൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ പറയുമ്പോൾ നമുക്ക് 4 ജനറേഷൻസ് നമ്മൾ പറയും. ഫസ്റ്റ് ജനറേഷൻ അല്ലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് സിമ്പിൾ സ്കാനേഴ്സ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂറിസ്റ്റിക് സ്കാനേഴ്സ്. തേർഡ് ജനറേഷൻ ആക്ടിവിറ്റി ട്രാപ്പ്. ആൻഡ് ഫോർത്ത് ജനറേഷൻ ഫുൾ ഫീച്ചർ പ്രൊട്ടക്ഷൻ. ഇനി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു വൈറസിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. അപ്പോൾ അതിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാ വൈറസ് ആ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഇൻഫെക്റ്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സിഗ്നേച്ചർ ആയിരുന്നു വെരിഫിക്കേഷൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ സ്കാനർ എന്ന് പറഞ്ഞാൽ ഈ സിഗ്നേച്ചർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ വൈറസിൻ്റെ എത്ര കോപ്പീസ് ഉണ്ടെങ്കിലും അതെല്ലാം സെയിം സ്ട്രക്ചറും സെയിം ബിറ്റ് പാറ്റേണും ഒക്കെ ആയിരിക്കും. അപ്പോൾ സിഗ്നേച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള സ്കാനേഴ്സിന് നോൺ വൈറസുകളെ മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞു സിഗ്നേച്ചർ ഉപയോഗിച്ച് വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക പ്രോഗ്രാംസിൻ്റെ ഒക്കെ ലെങ്ത്തിൻ്റെ. എന്നിട്ട് ഈ ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാകുന്നുള്ളത് നോക്കിയിട്ടും നമുക്ക് വൈറസ് ഇൻഫെക്റ്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് ജനറേഷൻ സ്കാനർ. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ജനറേഷൻ സ്കാനർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ബേസ്ഡ് അല്ല. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഹ്യൂറിസ്റ്റിക് റൂൾസ് യൂസ് ചെയ്തിട്ട് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ നമ്മൾ വൈറസിൻ്റെ കൂടെ അസോസിയേറ്റഡ് ഉള്ള കോഡ് ഫ്രാഗ്മെൻറ്റ്സിന് നോക്കിയിട്ടാണ് ഇങ്ങനത്തെ സ്കാനേഴ്സ് കൂടുതലും വർക്ക് ചെയ്യുക. അതൊരു അപ്രോച്ച്. സെക്കൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇൻറ്റിഗ്രിറ്റി ചെക്കിങ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെക്സം ഓരോ ഫയലിൻ്റെ കൂടെ നമ്മൾ ഓരോ പ്രോഗ്രാമിൻ്റെ കൂടെ നമ്മൾ അപ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഇനി വൈറസ് പ്രോഗ്രാമിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെക്സം ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻറ്റിഗ്രിറ്റി ചെക്ക് നടത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് ഉണ്ടായിരുന്ന ചെക്സം ആയിരിക്കില്ല ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകുമുള്ള ചെക്സം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വൈറസ് ഇൻഫെക്റ്റഡ് ആയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എല്ലാ വൈറസുകളും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. ഇനി ചില സോഫിസ്റ്റിക്കേറ്റഡ് വൈറസുകൾക്ക് ചിലപ്പോൾ ഈ ചെക്സം കൂടി ചേഞ്ച് ചെയ്യാൻ പറ്റും. വൈറസ് പ്രോഗ്രാമിനെ ഇൻഫെക്റ്റ് ചെയ്തു ആ കൂടെ അതിൻ്റെ ചെക്സം കൂടി അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് എൻക്രിപ്റ്റഡ് ഹാഷ് ഫംഗ്ഷൻ. അപ്പോൾ ചെക്സമിന് പകരം എൻക്രിപ്റ്റഡ് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അവിടെ കീ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കീ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ കീപ്പ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് അതിൻ്റെ കൂടെ കീപ്പ് ചെയ്താൽ ആ വൈറസിന് തന്നെ ചിലപ്പോൾ പുതിയ ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യാനും എൻക്രിപ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയെന്ന് വരും. അപ്പോൾ ഈ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ചെക്സമിന് എന്തെങ്കിലും വൈറസിന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറസിന് നമ്മളെ പ്രോഗ്രാം അഡ്ജസ്റ്റ് ചെയ്ത് പഴയ ഹാഷ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടാണ്ടിരിക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മറി റെസിഡൻറ്റ് പ്രോഗ്രാംസിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വൈറസിന് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചല്ല, അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്തതിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചല്ല, അതിൻ്റെ ആക്ഷൻസ് അതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് ആവുന്നു അല്ല അതിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അറ്റംപ്റ്റ് വന്നു കഴിയുമ്പോൾ എന്തെല്ലാം സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മലീഷ്യസ് ആക്ഷൻസ് ആണ് അവിടെ നടന്നതെന്നുള്ളത് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഫോർത്ത് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ പറഞ്ഞത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു കോമൺ പാക്കേജ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പാക്കേജസ് കൺസിസ്റ്റിംഗ് ഓഫ് എ വെറൈറ്റി ഓഫ് ആൻറ്റിവൈറസ് ടെക്നിക്സ് ഇൻ കൺജങ്ഷൻ. അപ്പോൾ പല ആൻറ്റിവൈറസ് ടെക്നിക്സ് ഒന്നിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്കാനിങ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ട്രാപ്പ് കമ്പോണൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ എല്ലാം കൂടി ഇതിൻ്റെ അകത്താണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്സസ് കൺട്രോൾ ക്യാപ്പബിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യും. എന്ന് വെച്ചാൽ വൈറസുകൾക്ക് നമ്മൾ സിസ്റ്റത്തിലേക്ക് പെൻട്രേറ്റ് ചെയ്യാനുള്ള ആക്സസ് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റത്തിലെ അപ്ഡേഷന് വേണ്ടിയുള്ള ആക്സസ് ലിമിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടി ഇതിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആൻറ്റിവൈറസ് അപ്രോച്ചസ് നമ്മൾ 4 ജനറേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് അഡ്വാൻസ്ഡ് ആൻറ്റിവൈറസ് ടെക്നിക്സ്. മെയിനായിട്ട് 3 നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ജനറിക് ഡീക്രിപ്ഷൻ അല്ലെങ്കിൽ GD. അപ്പോൾ ഈ GDയുടെ പർപ്പസ് നമ്മൾ ആൻറ്റിവൈറസ് പ്രോഗ്രാമിനെ എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ യൂഷ്വലി ഇത് പോളിമോർഫിക് വൈറസുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് സ്കാനിങ് നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പോളിമോർഫിക് വൈറസിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പല ഫോംസ് എടുക്കുന്ന വൈറസാണ്. ഓരോ പ്രാവശ്യവും അത് മ്യൂട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺസും ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ അതിൽ തന്നെ നമുക്ക് എൻക്രിപ്ഷൻ കൂടി ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു പോളിമോർഫിക് വൈറസിൻ്റെ കേസിൽ. അപ്പോൾ എൻക്രിപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ വൈറസിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഒരു റാൻഡം കീ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തിട്ട് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പോളിമോർഫിക് വൈറസ് ഒക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അങ്ങനത്തെ ഫയൽ അങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ വൈറസിനെ ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം ആക്ടിവേറ്റഡ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എൻക്രിപ്ഷൻ നടത്തിയിട്ടാണ് നമ്മളതിനെ അതിൻ്റെ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ റാൻഡം കീ ഉപയോഗിക്കണം. അപ്പോൾ അതിന് തിരിച്ച് ആക്ടിവേറ്റ് ആണെങ്കിൽ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ എക്സിക്യൂട്ടബിൾ ഫയൽസിനെ നമ്മൾ ഈ ജനറിക് ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ടുള്ള CPU എമുലേറ്റർ വഴിയായിരിക്കും റൺ ചെയ്യിക്കുക. അപ്പോൾ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് വിർച്വൽ കമ്പ്യൂട്ടർ.
നമ്മളുടെ ആക്ച്വൽ പ്രോസസ്സറിൽ റൺ ചെയ്യിക്കുന്നതിന് പകരം നമ്മളുടെ മോഡിഫൈഡ് അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻസിന്, എക്സിക്യൂട്ടബിൾ ഫയലിലെ ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ഈ എമുലേറ്റർ ഉപയോഗിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എമുലേറ്ററിൽ നമ്മളുടെ എല്ലാ രജിസ്റ്റേഴ്സിൻ്റെയും പ്രോസസ് ഹാർഡ്വെയറിൻ്റെ ഒക്കെ സോഫ്റ്റ്വെയർ വേർഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ്സറിൽ അഫക്റ്റഡ് ആവാണ്ട് തന്നെ നമുക്ക് ഇതിനെ റൺ ചെയ്യിച്ച് എന്താണ് നടക്കുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് CPU എമുലേറ്റർ. ഈ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ വൈറസ് സിഗ്നേച്ചർ സ്കാനർ. അപ്പോൾ ഈ മോഡ്യൂളിൻ്റെ പർപ്പസ് നമ്മൾ ടാർഗറ്റ് കോഡിൽ വൈറസ് സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നോൺ സിഗ്നേച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നോക്കുന്നത്. ഈ തേർഡ് കമ്പോണൻ്റ് ഈസ് എമുലേഷൻ കൺട്രോൾ മോഡ്യൂൾ. ടാർഗറ്റ് കോഡിൻ്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുക അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മോഡ്യൂൾ. ഇപ്പോൾ ഓരോ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എമുലേറ്റർ എന്ത് ചെയ്യും, ഒരു ടാർഗറ്റ് കോഡിലെ ഓരോ ഇൻസ്ട്രക്ഷൻ വീതെടുത്ത് 1 at a ടൈം ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ കോഡിൽ ഡീക്രിപ്ഷൻ റൂട്ടീൻ ഉണ്ടെങ്കിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യുക. ആൻഡ് ഹെൻസ് ഡീക്രിപ്ഷൻ നടത്തുമ്പോൾ എന്തായി, ആക്ച്വലി അവിടെ നടക്കുന്നത് നമ്മുടെ വൈറസ് കോഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈറസ് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ വൈറസിൻ്റെ ആക്ച്വൽ വർക്ക് നടക്കില്ല, പക്ഷേ അത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ള എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഈ ഇൻ്റർപ്രിറ്റേഷൻ നടക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ ഈ കൺട്രോൾ മോഡ്യൂളിടയ്ക്ക് ഇൻ്റർപ്റ്റ് ചെയ്തിട്ട് അതിൽ സ്കാൻ ചെയ്ത് നോക്കുക, എന്തെങ്കിലും വൈറസ് സിഗ്നേച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ, ദറ്റ് ഈസ് ജനറിക് ഡീക്രിപ്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് നമ്മളത്തെ പറഞ്ഞ എമുലേഷൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇറ്റ്സ് ജനറൽ പർപ്പസ് എമുലേഷൻ ആൻഡ് വൈറസ് ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ വളരെ റാപ്പിഡായിട്ട് റെസ്പോൺസ് ടൈം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ വൈറസ് എപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവണോ ആ ടൈമിൽ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പുതിയ വൈറസ് നമ്മൾ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു മെഷീനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിനെ ക്യാപ്ചർ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഡിറ്റക്ഷൻ നടന്നു, അതിന് മാത്രമല്ല അതിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ നമ്മളുടെ ഈ സിസ്റ്റം IBM ആൻറ്റിവൈറസ് റൺ ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിജിറ്റൽ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് IBM ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മെഷീൻസിൽ റൺ ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി തേർഡ് കാറ്റഗറി എന്ന് വെച്ചാൽ ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ OSുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുക. അതിൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാംസിൻ്റെ ബിഹേവിയർ മോണിറ്റർ ചെയ്യുക, റിയൽ ടൈമിൽ മാലീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ മാലീഷ്യസ് ആക്ഷൻസ് കാണുകയാണെങ്കിൽ അതിന് മുമ്പോട്ടേക്ക് റൺ ചെയ്യാൻ അനുവദിക്കാണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ മോണിറ്റേഡ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന കാറ്റഗറീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അറ്റംപ്റ്റ്സ് ടു ഓപ്പൺ, വ്യൂ, ഡിലീറ്റ് ഓർ മോഡിഫൈ ഫയൽസ്. ഇനി അതുപോലെ തന്നെ ഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽസിൻ്റെ മാക്രോസിൻ്റെ ലോജിക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, മറ്റേ സ്റ്റാർട്ടപ്പ് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ സ്ക്രിപ്റ്റിംഗ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, അതുപോലെ പുതിയൊരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ മാലീഷ്യസ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഈ ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ സെർവറിൽ റൺ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ റൺ ചെയ്യിക്കാം. എന്നിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പോളിസീസ് അതിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്തെല്ലാമാണ് ജെന്യുവൻ ആയിട്ടുള്ളത്, അതിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, ഇനി എന്തെല്ലാമാണ് മാലീഷ്യസ് ആക്ഷൻ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ആ പോളിസീസിനെ ബേസ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ എക്സിക്യൂഷനിലും തടയുന്നു. അപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് നമ്മളുടെ ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് കാണിച്ചേക്ക് നോക്കിയാൽ നമ്മളുടെ നെറ്റ്വർക്ക് വഴി നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടുന്ന ഫയൽ നമ്മൾ ഫയർവാൾ കടന്നു. സംഹൗ ഇറ്റ് മാനേജസ് ടു റീച്ച് ദ സെർവർ. അപ്പോൾ മാലീഷ്യസ് സോഫ്റ്റ്വെയർ മാനേജ് ടു മേക്ക് ഇറ്റ് ത്രൂ ദ ഫയർവാൾ. എങ്ങനെയോ ഫയർവാൾ കടന്ന് ഇവിടെ എത്തിയെന്ന് കരുതുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സെർവർ റണ്ണിങ് ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സെർവറിൽ എന്താ ചെയ്യുക, ഈ ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ ഫ്ലാഗ് സസ്പീഷ്യസ് കോഡ്. അപ്പോൾ ഒരു മാലീഷ്യസ് കോഡ് അല്ലെങ്കിൽ മാലീഷ്യസ് സോഫ്റ്റ്വെയർ അവിടെ എത്തുകയാണെങ്കിൽ അത് സസ്പീഷ്യസ് ആണെന്നുള്ളത് ഫ്ലാഗ് ചെയ്യും. അത് മാത്രമല്ല എന്നിട്ട് അതിന് മുമ്പോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ആക്കും, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് അവിടെ ബ്ലോക്ക് ചെയ്യും. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. സെർവർ അലേർട്ട്സ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ സസ്പീഷ്യസ് കോഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുക. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ കോഡ് റിമൂവ് ചെയ്യണോ അതോ റൺ ചെയ്യാൻ അലോ ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ്സ് ഓൾ ഓഫ് ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ വൈറസ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് വൈറസിൻ്റെ കൗണ്ടർ മെഷേഴ്സ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അഡ്വാൻസ്ഡ് കൗണ്ടർ മെഷേഴ്സ് ആയിട്ട് പറഞ്ഞാണ് ജനറിക് ഡിക്രിപ്ഷൻ, ഡിജിറ്റൽ ഇമ്മ്യൂൺ സിസ്റ്റം, ഇപ്പോൾ ലാസ്റ്റ് വൺ ബിഹേവിയർ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ. സോ ദാറ്റ്സ് ഓൾ ഓഫ് വൈറസ്.